ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ തമ്മിൽ 3 വയസ്സ് വ്യത്യാസമാണുള്ളത്. എല്ലാവരുടെയും വയസ്സുകളുടെ തുക 50 എങ്കിൽ ഇളയ കുട്ടിയുടെ വയസ്സ് എത്ര? ഇവിടെ ഒരു കുടുംബത്തിലെ 5 കുട്ടികൾ തമ്മിൽ 3 വയസ്സ് വ്യത്യാസമാണുള്ളതെന്ന് നൽകിയിരിക്കുന്നു. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നാമത്തെ ആളേക്കാൾ 3 വയസ്സ് കുറവാണ് രണ്ടാമത്തെ ആൾക്ക്, അയാളേക്കാൾ 3 വയസ്സ് കുറവാണ് മൂന്നാമത്തെ ആൾക്ക്, അയാളേക്കാൾ 3 വയസ്സ് കുറവാണ് നാലാമത്തെ ആൾക്ക്, ഇയാളേക്കാൾ 3 വയസ്സ് കുറവാണ് ഏറ്റവും ഇളയ ആളായ അഞ്ചാമത്തെ ആൾക്ക്. അപ്പോൾ ഒന്നാമനേക്കാൾ 3 വയസ്സ് കുറവാണ് രണ്ടാമത്തെ ആൾക്ക്, അതിനേക്കാൾ 3 വയസ്സ് കുറവാണ് മൂന്നാമത്തെ ആൾക്ക്. അങ്ങനെയാണിത് പോകുന്നത്. അതായത് 3 വയസ്സ് വീതം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവരുടെ വയസ്സുകൾ ഒരു സമാന്തര പ്രോഗ്രഷനിലാണെന്ന് നമുക്ക് കാണാം. കാരണം 3 വീതം കുറഞ്ഞു വരികയാണ്, അതുകൊണ്ട് സമാന്തര പ്രോഗ്രഷനിലാണ്. അപ്പോൾ ഇവരുടെ വയസ്സുകൾ ഒരു സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ 5 പദങ്ങളാണ്. ഇനി ഇവിടെ വയസ്സുകളുടെ തുക 50 എന്ന് നൽകിയിട്ടുണ്ട്. ഇതുപയോഗിച്ച് വേണം നമ്മൾ ഇളയ കുട്ടിയുടെ വയസ്സ് കണ്ടുപിടിക്കാൻ. ഇവ സമാന്തര പ്രോഗ്രഷനിലെ 5 തുടർച്ചയായ പദങ്ങളാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. സമാന്തര പ്രോഗ്രഷനിലെ തുടർച്ചയായ പദങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അക്കൂട്ടത്തിൽ മധ്യത്തിൽ വരുന്ന പദം ഈ പദങ്ങളുടെ ശരാശരി ആയിരിക്കും. അപ്പോൾ ഈ 5 പേരുടെയും വയസ്സുകളുടെ ശരാശരി ആയിരിക്കും ഈ മൂന്നാമൻ്റെ വയസ്സ്. ഇവിടെ വയസ്സുകളുടെ തുക 50 നൽകിയിട്ടുണ്ടല്ലോ. ഈ തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരാശരി കിട്ടും. അപ്പോൾ 50നെ ഇവരുടെ എണ്ണമായ 5 കൊണ്ട് ഹരിക്കാം. 50നെ 5 കൊണ്ട് ഹരിച്ചാൽ 10. അപ്പോൾ 10 വയസ്സുകളുടെ ശരാശരി. അതാണ് മൂന്നാമൻ്റെ പ്രായം. മൂന്നാമന് 10 വയസ്സുണ്ടെങ്കിൽ നാലാമന് ഇയാളേക്കാൾ 3 വയസ്സ് കുറവാണ്. 10ൽ നിന്ന് 3 കുറച്ചാൽ 7 വയസ്സായിരിക്കും. അപ്പോൾ ഏറ്റവും ഇളയ ആൾക്കോ 7ൽ നിന്ന് 3 കുറയ്ക്കുക 4. അപ്പോൾ ഏറ്റവും ഇളയാളുടെ പ്രായം 4 വയസ്സാണ്. ശരിയുത്തരം ഓപ്ഷൻ എ. 6 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിൻ്റെ 5/3 ഭാഗം നിറഞ്ഞു. ഇനി നിറയാൻ എത്ര മിനിറ്റ് വേണം? ഇവിടെ 6 മിനിറ്റ് കൊണ്ട് ഒരു ടാങ്കിൻ്റെ 5/3 ഭാഗം നിറഞ്ഞു എന്ന് നൽകിയിട്ടുണ്ട്. ഇനി ബാക്കി നിറയാനായിട്ട് എത്ര മിനിറ്റ് വേണമെന്ന് കണ്ടുപിടിക്കണം. 6 മിനിറ്റിൽ 5/3 ഭാഗം നിറയുമെങ്കിൽ 1 മിനിറ്റിൽ 5/3 ഭാഗത്തിൻ്റെ 1/6 ഭാഗമായിരിക്കുമല്ലോ നിറയുക. 6 മിനിറ്റിൽ 5/3 ഭാഗം നിറയും. അപ്പോൾ 1 മിനിറ്റിൽ 5/3 1/6 ഭാഗം. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് 5/3 ഗുണം 6 കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഈ 3നെയും 6നെയും 3 കൊണ്ട് ഹരിക്കാം. 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 6നെ 3 കൊണ്ട് ഹരിച്ചാൽ 2. ഇനി 1 കൂടെ ഗുണിക്കുന്നു, 1 അംശമായിട്ട് കിട്ടുന്നു. 5 2 10. അപ്പോൾ 1 മിനിറ്റിൽ 10ൽ1 ഭാഗമാണ് നിറയുക. 10ൽ1 ഭാഗം നിറയും. അപ്പോൾ ടാങ്ക് നിറയാനായിട്ട് ഇതിൻ്റെ 10 ഇരട്ടി സമയം വേണം. 1ൻ്റെ 10 ഇരട്ടി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ്. അപ്പോൾ ഈ ടാങ്ക് നിറയാൻ 10 മിനിറ്റ് സമയം വേണം. അതിൽ 6 മിനിറ്റ് ഓൾറെഡി കഴിഞ്ഞു. ഇനിയും ബാക്കി നിറയാൻ വേണ്ടത് അപ്പോൾ 4 മിനിറ്റ് മതി. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ ഡി, 4 മിനിറ്റ്. ഒരു തൊഴിൽ സ്ഥാപനത്തിലെ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന അംശബന്ധത്തിലാണ്. അതിൽ 10-1 സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ പുതിയ അംശബന്ധം എത്ര? അപ്പോൾ ഒരു തൊഴിൽ സ്ഥാപനത്തിൽ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അംശബന്ധം, മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും, പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അംശബന്ധം 6:5 എന്ന് നൽകിയിരിക്കുന്നു. അതിൽ 10-1 ഭാഗം സ്ത്രീകൾ പിരിഞ്ഞു പോയാൽ പുതിയ അംശബന്ധം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു ഉദാഹരണം എടുത്ത് ചെയ്യാം. അതായത് പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം 6:5 എന്ന അംശബന്ധത്തിൽ വരുന്ന രീതിയിൽ നമ്മൾ അവരുടെ എണ്ണം ഉദാഹരണമായിട്ട് എടുക്കുക. നോക്കുക, ഇവിടെ രണ്ടാമത്തെ ഭാഗത്ത് അതിൽ 10-1 സ്ത്രീകൾ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ സ്ത്രീകളുടെ എണ്ണത്തിൻ്റെ 10ൽ1 ഭാഗം നമുക്ക് കാണേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് 10ൻ്റെ ഗുണിതമായിട്ടുള്ള സംഖ്യകൾ വേണം ഇവരുടെ എണ്ണങ്ങളായിട്ട് എടുക്കാൻ. അപ്പോൾ 6:5 എന്ന അംശബന്ധത്തിൽ വരുന്ന 10ൻ്റെ ഗുണിതങ്ങളായിട്ടുള്ള സംഖ്യകളായിട്ട് നമുക്ക് ഏറ്റവും എളുപ്പം എടുക്കാവുന്നത് 60ഉം 50ഉമാണ്. അതായത് 60 പുരുഷന്മാരും 50 സ്ത്രീകളുമാണുള്ളതെന്ന് കരുതുക. ഇതിൽ 10ൽ1 ഭാഗം സ്ത്രീകൾ പിരിഞ്ഞു പോകുന്നു. 50ൻ്റെ 10ൽ1 ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5. അപ്പോൾ ഇതിൽ നിന്ന് 5 സ്ത്രീകൾ പിരിഞ്ഞു പോകുന്നു. അപ്പോൾ പുതിയ എണ്ണങ്ങൾ എത്ര വരും? പുരുഷന്മാരുടെ എണ്ണത്തിന് മാറ്റമൊന്നുമില്ല, 60 തന്നെ. സ്ത്രീകളുടെ എണ്ണം 60ൽ നിന്ന് 5 പറഞ്ഞാൽ 45 അപ്പോൾ പുതിയ അംശബന്ധം 60:45 എന്നുള്ള രൂപത്തിൽ വരും. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. 15ൻ്റെ ഗുണിതങ്ങളാണ് ഇത് രണ്ടും. 60നെയും 45നെയും 15 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 4:3 എന്ന് വരും. അപ്പോൾ അതായത് പുതിയ അംശബന്ധം 4:3 ശരിയുത്തരം ഓപ്ഷൻ ബി. 1 മണിക്കൂറിൽ 41.32 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു കാർ 4.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും? ഇവിടെ ഒരു കാറിൻ്റെ വേഗത
നൽകിയിട്ടുണ്ട് 41.32 കിലോമീറ്റർ. ആ കാർ 4.5 മണിക്കൂർ കൊണ്ട് എത്ര ദൂരം സഞ്ചരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് സഞ്ചരിച്ച ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വേഗതയെ സമയം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ സഞ്ചരിച്ച ദൂരം കിട്ടും. അതായത് 41.32 കിലോമീറ്ററിനെ 4.5 മണിക്കൂർ 4.5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 41.32 ഗുണം 4/2 ഇത് ക്രിയ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിച്ച ദൂരം കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് ഗുണിക്കുന്നതിനായിട്ട് നമുക്കിതിൻ്റെ രൂപമാറ്റം ഒന്ന് വരുത്തണം. ഇതിപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ രൂപം മാറ്റണം. അതിനായിട്ട് 41 കൊണ്ട് ഛേദമായ 3 ഗുണിക്കുക. 41 ഗുണം 3, അതിനോടുകൂടി അംശമായ 2 കൂട്ടുന്നു. 41 കൊണ്ട് 3 ഗുണിച്ച് കഴിഞ്ഞാൽ 123 വരും. അതിൻ്റെ കൂടെ 2 കൂട്ടിയാൽ 125. അപ്പോൾ ആദ്യത്തെ സംഖ്യ 125 ബൈ ഛേദമായിട്ട് ഇവിടുത്തെ 3 തന്നെ ബൈ 3 എന്ന് വരും ഗുണം. ഇനി ഇതിൻ്റെ രൂപം കൂടെ മാറ്റാം. 4 കൊണ്ട് 2 ഗുണിക്കുക. 4 2 8, അതിനോട് അംശം 1 കൂട്ടുന്നു. 8 1 9, 9 അംശത്തിൽ എഴുതുന്നു. ഛേദമായിട്ട് ഈ 2 തന്നെ. അപ്പോൾ 3-ൽ 125 ഗുണം 2-ൽ 9 എന്ന് വരും. നമുക്കിവിടെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 3 കൊണ്ട് 9 ഹരിക്കാം. 3 കൊണ്ട് 9 ഹരിച്ചാൽ ഇത് 3. അപ്പോൾ 125 ഗുണം 3 ബൈ 2 എന്ന് വരും. 125 3 375 ബൈ 2. ഇത്രയും കിലോമീറ്റർ ആയിരിക്കും ഇത് സഞ്ചരിച്ച ദൂരം. അപ്പോൾ 375-നെ 2 കൊണ്ട് ഹരിച്ചാൽ 375-ൻ്റെ പകുതി 187.5 എന്ന് വരും. 187.5 കിലോമീറ്റർ. ഇനി നമുക്ക് ദൂരം കിട്ടി. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നതെല്ലാം മീറ്ററിലാണ്, യൂണിറ്റ് മീറ്ററാണ്. അപ്പോൾ ഇതിനെ മീറ്ററിലാക്കണം. കിലോമീറ്ററിനെ മീറ്ററിലാക്കാൻ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 187.5 ഗുണം 1000 വരും. അവർക്ക് 1000 കൊണ്ട് ഗുണിക്കാനായിട്ട് 3 സ്ഥാനം വലത്തോട്ട് മാറ്റി പോയിൻ്റ് കൊടുത്താൽ മതി. അപ്പോൾ ഡെസിമൽ പോയിൻ്റ് 3 സ്ഥാനം വലത്തോട്ട് മാറ്റണം. അപ്പോൾ ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഇവിടെ ഒരു അക്കമേ ഉള്ളൂ. അപ്പോൾ 2 പൂജ്യങ്ങളൂടെ ചേർക്കുക. അപ്പോൾ 187 എഴുതുക. പിന്നെ 5ഉം 2 0. ഇത്രയും മീറ്റർ ആയിരിക്കും സഞ്ചരിച്ച ദൂരം, അല്ലെങ്കിൽ 1,87,500 മീറ്റർ. അപ്പോൾ ശരിയുത്തരം ഓപ്ഷൻ സി ആണ്. 3 യൂണിറ്റ് പരീക്ഷകൾ നടത്തിയതിൽ ആദ്യത്തെ 2 പരീക്ഷകളിൽ രവിക്ക് യഥാക്രമം 70, 75 എന്നീ മാർക്കുകൾ ലഭിച്ചു. ശരാശരി 60 മാർക്ക് ലഭിക്കണമെങ്കിൽ മൂന്നാമത്തെ യൂണിറ്റ് പരീക്ഷയിൽ രവിക്ക് എത്ര മാർക്ക് ലഭിക്കണം? ഇവിടെ 3 പരീക്ഷകളുണ്ട്. അതിൽ ആദ്യത്തെ 2 പരീക്ഷകളിൽ രവിക്ക് 70ഉം 75ഉമാണ് കിട്ടിയ മാർക്കുകൾ. 3 പരീക്ഷകളുടെയും ശരാശരിയായിട്ട് 60 മാർക്ക് കിട്ടണം. അപ്പോൾ 60ആണ് ശരാശരി വേണ്ടത്. മൂന്നാമത്തെ പരീക്ഷയിൽ ലഭിച്ച മാർക്കാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 3 പരീക്ഷകളുടെ ശരാശരിയായിട്ട് 60 വേണമെങ്കിൽ ഈ 3 പരീക്ഷകളിലും കൂടി ആകെ എത്ര മാർക്ക് കിട്ടണം എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. ശരാശരി 60ആണ്. ഈ ശരാശരിയെ പരീക്ഷകളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 3 പരീക്ഷകളിലും ലഭിക്കേണ്ട ആകെ മാർക്ക് നമുക്ക് കണ്ടുപിടിക്കാം. അതായത് 60നെ 3 കൊണ്ട് ഗുണിക്കുക. 60 ഗുണം 3 180. അപ്പോൾ 3 പരീക്ഷകൾക്കും കൂടി ആകെ 180 മാർക്ക് ലഭിക്കണം. ഇതിൽ ആദ്യത്തെ 2 പരീക്ഷകളുടെ മാർക്കുകളുടെ തുക ഇവ രണ്ടും കൂടെ കൂട്ടിയാൽ 70, 75 കൂടെ കൂട്ടിയാൽ കിട്ടുന്നത് 145 ആണ്. 3നും കൂടെ ലഭിക്കേണ്ടത് 180. 2 പരീക്ഷകളിൽ ലഭിച്ചത് 145. അപ്പോൾ മൂന്നാമത്തെ പരീക്ഷയിൽ ലഭിക്കേണ്ട മാർക്ക് കാണാൻ 180-ൽ നിന്ന് 145 കുറച്ചാൽ മതി. അപ്പോൾ 35 എന്ന് കിട്ടും. അപ്പോൾ മൂന്നാമത്തെ പരീക്ഷയിൽ രവിക്ക് 35 മാർക്ക് ലഭിക്കണം. ശരിയുത്തരം ഓപ്ഷൻ ബി. വിട്ടുപോയ സംഖ്യ ഏത്? 10, 43, 175-2815. അപ്പോൾ ഇതിലൊരു സംഖ്യ ഒഴിവാക്കിയിട്ടുണ്ട്. ആ സംഖ്യ ഏതെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഈ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സംഖ്യകൾ തമ്മിലുള്ള പരസ്പര ബന്ധം നമ്മൾ മനസ്സിലാക്കണം. നോക്കുക, 10ൻ്റെ 4 ഇരട്ടിയോടടുത്താണ് 43 വരുന്നത്. 40ൻ്റെ 4 ഇരട്ടി 160 ആണല്ലോ. 43ൻ്റെ 4 ഇരട്ടിയോടടുത്താണ് 175 വരുന്നത്. അപ്പോൾ ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കാം. നോക്കുക, 10നെ 4 കൊണ്ട് ഗുണിച്ച് അതിനോട് 3 കൂട്ടിയാൽ 43 കിട്ടും. 10നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 40, അതിനോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ 43 ആയി. 43നെ 4 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 172 വരും. അതിനോട് വീണ്ടും 3 കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 175 ആയി. അപ്പോൾ ആദ്യത്തെ സംഖ്യ 4 കൊണ്ട് ഗുണിച്ച് അതിനോട് 3 കൂട്ടി രണ്ടാമത്തെ സംഖ്യ വന്നു.
അതിനെ 4 കൊണ്ട് ഗുണിച്ച് അതിനോട് 3 കൂട്ടി മൂന്നാമത്തെ സംഖ്യയായി. അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാൻ 175നെ 4 കൊണ്ട് ഗുണിക്കുക, അതിനോട് 3 കൂട്ടുക. 175നെ 4 കൊണ്ട് ഗുണിച്ചാൽ 700 വരും. അപ്പോൾ 700നോട് 3 കൂട്ടിയാൽ 703. അപ്പോൾ അടുത്ത് വരേണ്ട സംഖ്യ 703 ശരി ഉത്തരം ഓപ്ഷൻ ഡി. നോക്കുക, 703നെ 4 കൊണ്ട് ഗുണിച്ച് അതിനോട് 3 കൂട്ടിയാൽ 2815 കിട്ടും. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം ഓപ്ഷൻ ഡി 703. ഒരു കുപ്പിയിൽ 0.9 ലിറ്റർ വെള്ളമുണ്ട്. 0.15 ലിറ്റർ കൊള്ളുന്ന എത്ര ഗ്ലാസുകൾ ഇതുകൊണ്ട് നിറയ്ക്കാം? അപ്പോൾ കുപ്പിയിൽ ആകെയുള്ള വെള്ളത്തിൻ്റെ അളവ് 0.9 ലിറ്ററാണ്. ഒരു ഗ്ലാസ്സിൽ നിറയ്ക്കേണ്ട അളവ് 0.15 ലിറ്ററും. അപ്പോൾ എത്ര ഗ്ലാസുകൾ ഇതുകൊണ്ട് നിറയ്ക്കാമെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ആകെ വെള്ളത്തിനെ ഒരു ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ അളവ് കൊണ്ട് ഹരിച്ചാൽ മതി. അതായത് 0.9നെ 0.15 കൊണ്ട് ഹരിക്കണം. ഈ രണ്ടും ദശാംശ സംഖ്യകളാണ്. അപ്പോൾ നമുക്ക് ദശാംശം ഒഴിവാക്കാം. ഇവിടെ ഛേദത്തിൽ ദശാംശ സ്ഥാനത്തിന് വലതുവശത്ത് അല്ലെ ഡെസിമൽ പോയിൻറ്റിന് വലതുവശത്ത് 2 അക്കങ്ങളുണ്ട്. അപ്പോൾ ഛേദത്തിലെ ഡെസിമൽ പോയിൻ്റ് ഒഴിവാക്കാൻ ഇവിടെ 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അംശത്തിനെയും ഛേദത്തിനെയും നമ്മൾ 100 കൊണ്ട് ഗുണിക്കുന്നു. ഇവിടെ ഡിനോമിനേറ്ററിനെ 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 2 സ്ഥാനം വലത്തോട്ട് മാറും ഡെസിമൽ പോയിൻ്റ്. അതായത് 15 എന്ന് വരും 2 സ്ഥാനം വലത്തോട്ട് മാറുമ്പോൾ. ഇവിടെ അംശത്തിലും ഡെസിമൽ പോയിൻ്റ് 2 സ്ഥാനം വലത്തോട്ട് മാറണം. ഇവിടെ ഒരക്കം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു 0 കൂടി 9ന് വലതുവശത്ത് കൊടുക്കുക. അപ്പോൾ 90 എന്ന് വരും. 90/15 എന്നാവും. രണ്ടും 3ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ഹരിക്കാം. 90നെ 3 കൊണ്ട് ഹരിച്ചാൽ 30, 15നെ 3 കൊണ്ട് ഹരിച്ചാൽ 5, 30/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും. അപ്പോൾ ഉത്തരം 6. 6 ഗ്ലാസുകൾ ഈ വെള്ളം കൊണ്ട് നിറയ്ക്കാൻ പറ്റും. ശരി ഉത്തരം ഓപ്ഷൻ ബി 6. 7 8 3 അധികം 11 2 1 ന്യൂനം 7 4 3 അധികം 5 6 5 എത്ര? അപ്പോൾ ഇവിടെ ഏതാനും ഭിന്നസംഖ്യകൾ കൂട്ടുകയും കുറയ്ക്കാനും ഒക്കെ ഉണ്ട്. അതെല്ലാം മിക്സഡ് ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പൂർണ്ണസംഖ്യാ ഭാഗവും ഉണ്ട്, ഭിന്നസംഖ്യാ ഭാഗങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് പൂർണ്ണസംഖ്യാ ഭാഗങ്ങൾ ആദ്യം ചെയ്യാം. അപ്പം പൂർണ്ണസംഖ്യാ ഭാഗങ്ങൾ 7 അധികം 11. ഇവിടെ കുറയ്ക്കേണ്ട ഭാഗമായതുകൊണ്ട് ഇവിടെ മൈനസ് കൊടുക്കുക. -7 + 5 ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ 7 പോസിറ്റീവും ഉണ്ട്, അതോടൊപ്പം കുറയ്ക്കാനും ഉണ്ട്. അപ്പോൾ 7 - 7 എത്ര വരും? അത് 0 ആവും. പിന്നെ 11 5 അത് രണ്ടും പോസിറ്റീവാണ്, കൂട്ടിയാൽ മതി. 11 5 കൂടെ കൂട്ടുമ്പോൾ 16. ഇനി നമുക്ക് ഭിന്നസംഖ്യാ ഭാഗങ്ങൾ നോക്കാം. 8 3 അധികം 2 1. ഇനി ഇത് കുറയ്ക്കാനുള്ളതാണ്. അപ്പോൾ -4 3 കൊടുക്കുക. -4 3 അധികം 6 5. അപ്പോൾ ഭിന്നസംഖ്യാഭാഗങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവയുടെ എല്ലാം ഛേദം തുല്യമാക്കണം. അപ്പോൾ ഈ 4 സംഖ്യകളുടെ LCM കണ്ടുപിടിക്കണം. അപ്പോൾ LCM കാണുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില സംഖ്യകൾ ഒഴിവാക്കിയെടുക്കാം. നോക്കുക, 2ൻ്റെ ഒരു ഗുണിതമാണ് 8. അതുകൊണ്ട് 8 എടുക്കുമ്പോൾ ഈ 2 ഒഴിവാക്കാം. 2 ക്രിയയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല. അതുപോലെ 4ൻ്റെ ഗുണിതവുമാണ് 8. അതുകൊണ്ട് 4നെയും നമുക്ക് ക്രിയയിൽ നിന്ന് ഒഴിവാക്കാം. പോയിട്ട് 8 6 ഈ സംഖ്യകളുടെ ലസാഗു കണ്ടാൽ മതി. ഇവയുടെ ലസാഗു എന്ന് പറഞ്ഞാൽ ഇവയുടെ ഏറ്റവും ചെറിയ പൊതു ഗുണിതമാണ്. അപ്പോൾ 8ൻ്റെ ഗുണിതങ്ങളൊന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ എളുപ്പമുണ്ട്. 8 6ൻ്റെ ഗുണിതമല്ല. അടുത്ത 16 നോക്കുക. 16 6ൻ്റെ ഗുണിതമല്ല. അടുത്ത 8ൻ്റെ ഗുണിതം 24 24 6ൻ്റെ ഗുണിതമാണ്. അതുകൊണ്ട് 8ൻ്റെയും 6ൻ്റെയും ലസാഗു എന്ന് പറയുന്നത് 24 ആയിരിക്കും. ക്രിയ ചെയ്യാതെ തന്നെ ഈ രീതിയിൽ നമുക്ക് ഗസ് ചെയ്യാം. 24 ആയിരിക്കും ലസാഗു. അപ്പോൾ ഈ സംഖ്യകളുടെ എല്ലാം ഛേദം നമുക്ക് 24 ആക്കി മാറ്റണം. ഓരോന്നായിട്ട് ചെയ്യാം. കോമൺ ആയിട്ടുള്ള ഛേദം 24 എഴുതുന്നു. നോക്കുക, 8നെ 3 കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുന്നത്. അപ്പോൾ അംശത്തിനെയും 3 കൊണ്ട് ഗുണിക്കുക. 3 9 അധികം 2നെ 12 കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടും. അംശത്തിനെയും 12 കൊണ്ട് ഗുണിക്കുക. 1നെ 12 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ 12. അടുത്ത് കുറയ്ക്കാനാണ്, അതുകൊണ്ട് ന്യൂനം കൊടുക്കുക. 4നെ 6 കൊണ്ട് ഗുണിച്ചാൽ 24 ആവും. ഈ അംശമായ 3നെ 6 കൊണ്ട് ഗുണിക്കുക. 3 6 18 അധികം 6നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 24 കിട്ടുക. 5നെയും 4 കൊണ്ട് ഗുണിക്കുക. 5 4 20. അപ്പോൾ ഛേദമായിട്ട് 24. അംശം ക്രിയ ചെയ്യുക.
ഇതിൽ കൂട്ടാനുള്ളത് 20, 12, 9. 20ഉം 12ഉം 32. 32ൽ നിന്ന് 9, 32 9ഉം 41. 41ൽ നിന്ന് 18 കുറയ്ക്കണം. 41 ന്യൂനം 18 23 വരും. അപ്പോൾ 24ൽ 23 ഭിന്നസംഖ്യാഭാഗങ്ങളുടെ തുക. നമുക്കിവിടെ 16 പൂർണ്ണസംഖ്യാഭാഗത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 16 പ്ലസ് 24ൽ 23 വരും. ഇത് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനായിട്ട് എഴുതുന്നത്, ഈ പ്ലസ് ഒഴിവാക്കുക. അപ്പോൾ 16ഉം 24ൽ 23 തുക. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഒരു വസ്തുവിൻ്റെ വില 20% കുറച്ച് 200 രൂപ ആയി. പിന്നീട് അത് 150 രൂപയ്ക്ക് വിറ്റു. ആകെ വന്ന നഷ്ടശതമാനം എത്ര? ഇവിടെ ഒരു വസ്തുവിൻ്റെ വില 20% കുറച്ച് 200 രൂപ ആയി നൽകിയിരിക്കുന്നു. അതായത് വസ്തുവിൻ്റെ യഥാർത്ഥ വിലയേക്കാൾ 20% കുറവാണ് 200 രൂപ. അപ്പോൾ യഥാർത്ഥ വിലയേക്കാൾ 20% കുറവായതുകൊണ്ട് യഥാർത്ഥ വിലയുടെ 80% 200 രൂപ. നമുക്ക് നഷ്ടശതമാനം കണ്ടുപിടിക്കണം. അപ്പോൾ യഥാർത്ഥ വില എത്രയെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ 80% 200 രൂപയായതുകൊണ്ട് 10% കിട്ടാൻ എന്ത് ചെയ്യണം? 80ൻ്റെ 8 ഭാഗമാണ്. 80നെ 8 കൊണ്ട് ഹരിച്ചാൽ 10 കിട്ടും. അപ്പോൾ 200നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 200/8 അതായത് 25 വരും. അതായത് ആകെ വിലയുടെ 10% എന്ന് പറയുന്നത് 25, അല്ലെങ്കിൽ 10ൽ ഭാഗമാണ് 25. അപ്പോൾ ആകെ വില എന്ന് പറയുന്നത് 25ൻ്റെ 10 ഇരട്ടിയായിരിക്കും. അതായത് 250 രൂപയായിരിക്കും ഇതിൻ്റെ യഥാർത്ഥ വില. ഇത് വിറ്റത് 150 രൂപയ്ക്ക്. 150 രൂപയ്ക്ക്. അപ്പോൾ നഷ്ടം എത്രയാണ്? 250ൽ നിന്ന് 150 കുറച്ചാൽ കിട്ടുന്ന 100 രൂപ. 100 രൂപയാണ് നഷ്ടം. നഷ്ടശതമാനം കണ്ടുപിടിക്കണം. നഷ്ടശതമാനം കാണുന്നതിനായിട്ട് യഥാർത്ഥ വിലയുടെ എത്ര ശതമാനമാണ് 100 കണ്ടുപിടിച്ചാൽ മതി. അതായത് 250ൽ 100 ഗുണം 100 കാണുക. നമുക്ക് ഓരോ പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 25 കൊണ്ട് 100നെ ഹരിച്ചാൽ 4. 4 ഗുണം 10 40. അപ്പോൾ 40% നഷ്ടം ഉണ്ടായിട്ടുള്ളത്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഫ്ലാറ്റർ എന്ന വാക്കിനെ 723885 എന്നും മദർ എന്ന വാക്കിനെ 468159 എന്നും കോഡ് ചെയ്യാമെങ്കിൽ മാമത്ത് എന്ന വാക്കിൻ്റെ കോഡ് ഏത്? ഇവിടെ നോക്കുക, ഫ്ലാറ്ററിൻ്റെ കോഡ് ഫ്ലാറ്ററിൻ്റെ കോഡ് 7238859. അതുപോലെ മദറിൻ്റെ കോഡ് 468159. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാമത്താണ്. നോക്കുക, ഇവിടെ ടി ഈ രണ്ടിടത്തും വരുന്ന ഒരു അക്ഷരമാണ് ടി. ഈ രണ്ട് വാക്കിലും രണ്ടിലും ടിക്ക് നേരെ വരുന്ന എല്ലായിടത്തും ടി വരുന്ന എല്ലായിടത്തും ഒരേ നമ്പർ തന്നെയാണ് കോഡായിട്ട് അതിൻ്റെ താഴെ വന്നിരിക്കുന്നത്. അതുപോലെ 6 ഈ രണ്ടിടത്തും ഉണ്ട്, രണ്ട് വാക്കിലും ഉണ്ട്. 6ന് നേരെ വന്നിരിക്കുന്ന നമ്പർ 9 രണ്ടിടത്തും. അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെയും കോഡ് അതിൻ്റെ താഴെ തന്നിരിക്കുന്ന നമ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന അക്ഷരങ്ങളുടെ കോഡ് ഈ രണ്ട് വാക്കുകളിൽ അതിന് നേരെ വരുന്ന നമ്പർ നോക്കി കണ്ടുപിടിച്ചാൽ മതി. നോക്കുക, എമ്മിന് നേരെ വരുന്ന നമ്പർ 4 ഇവിടെ. അപ്പോൾ എമ്മിൻ്റെ കോഡ് 4 ആയിരിക്കും. നമുക്ക് എം വരുന്നിടത്തെല്ലാം 4 എഴുതി ചേർക്കാം. 3 4 ഇവിടെ എ വരുന്നുണ്ട്. എയുടെ നേരെ വന്നിരിക്കുന്ന നമ്പർ 3. അപ്പോൾ എയുടെ കോഡ് 3 ആയിരിക്കും. ഇവിടെ 3 എഴുതുന്നു. ഒ ഇതിനകത്തുണ്ട്. ഒയ്ക്ക് നേരെ വന്നിരിക്കുന്ന നമ്പർ 6. ഇവിടെ 6 എഴുതുന്നു. ടി 8 നേരത്തെ കണ്ടു. എച്ചിന് നേരെ വന്നിരിക്കുന്ന നമ്പർ 1. അപ്പോൾ 43444681 ഇതാണ് അതിൻ്റെ കോഡ്. 43444681. ശരി ഉത്തരം ഓപ്ഷൻ എ.